മഅറൂഫുൽ ഖർഖി തങ്ങളെ കുറിച്ച് അറിയപ്പെട്ട മുതവാത്തിറായ ഒരു സംഭവമുണ്ട് എന്ന് പറയാമെങ്കിൽ, ദിജ്ലയുടെ ഇറാഖിലെ ടൈഗ്രീസ് നദിയുടെ ഓരത്തുകൂടെ അങ്ങനെ പോകുമ്പോൾ, നിങ്ങൾ കേട്ട ചരിത്രമാണ്, നമ്മൾ വാതിലൊക്കെ സൂചിപ്പിക്കാറുണ്ട്. ഒരു മഗ്രിബിന്റെ സമയം കുറേ ചെറുപ്പക്കാർ ഒരു സൗറഖിൽ, ഒരു തോണിയിൽ പാട്ടും പാടിയിട്ട് വിളക്കും കത്തിച്ച് ഡാൻസ് ചെയ്ത് കള്ളു കുടിച്ച് ഒരു കൂട്ടം ചെറുപ്പക്കാർ ആ പുഴയിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ കൂടുതലുള്ള ശിഷ്യന്മാരും മഅറൂഫ് തങ്ങളോട് പറഞ്ഞു, യാ ശൈഖന, ഞങ്ങളുടെ ശൈഖവറുകളെ, ഈ ഇറാഖ്, ഈ ബഗ്ദാദിലെ ഏറ്റവും കുരുത്തം കെട്ട ആളുകൾ മൊത്തം ആ തോണിയിലുണ്ട്. അവരങ്ങ് മുങ്ങിയാൽ ഈ നാട് നന്നാവും. കുരുത്തം കെട്ട മുഴുവൻ ആളുകളും ഈ തോണിയിൽ ഇപ്പുണ്ട്. അതുകൊണ്ട് മഅറൂഫ് തങ്ങളെ, ആ നൗക, ആ ഒരു തോണി, ആ ബോട്ട് ദിജ്ലയുടെ ഓളങ്ങളിലൊന്നും മുങ്ങി താഴാൻ വേണ്ടി നിങ്ങളൊന്ന് ദ്വാരക്കോ, ഞങ്ങളൊക്കെ ആമീൻ പറയാന്ന് പറഞ്ഞു. ഞാൻ ദ്വാരക്കാന്ന് പറഞ്ഞു. എല്ലാവരും ആമീൻ ചൊല്ലാൻ പോവാ. സുബ്ഹാനല്ലാഹ്. മഗ്രിബിന്റെ നേരം അവർ നിസ്കരിച്ചിട്ടില്ല എന്നറിയാം, അവർ കള്ളു കുടിച്ചിട്ടാണ്, അല്ലെങ്കിൽ കുടിക്കാതെയാണ്. പക്ഷെ പാട്ടുപാടി നൃത്തം ചെയ്ത് വിളക്ക് കത്തിച്ച് ആനന്ദിക്കുക. പക്ഷേ മഗ്രിബിന്റെ ഇടയിലൊന്നും സ്വാലിഹീങ്ങളായ മനുഷ്യന്മാർ അതൊന്നും ചെയ്യൂല എന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ കുരുത്തം കെട്ട ആൾക്കാരാണെന്ന് കൂടുതലുള്ള ആളുകൾ ഉറപ്പിച്ചു. അങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം. അല്ലാഹു അലം. മഅറൂഫ് തങ്ങൾ പറഞ്ഞു, ഞാൻ ദുആ ഇറക്കാം, നിങ്ങൾക്ക് ആമീൻ പറഞ്ഞോളൂ. ഇന്നി ദാഇൻ ഫഅമിനു. എല്ലാവരും കൈ ഉയർത്തി ആമീൻ പറയാൻ നിൽക്കുക. മഅറൂഫ് തങ്ങൾ എന്ന് പറയുന്ന ഈ മഹാനുഭാവൻ ദുആ ചെയ്തു, അല്ലാഹുമ്മ കമാ ഫർറഹ്തഹും ഫിദ്ദുനിയ ഫഫർരിഹ്ഹും ഫിൽ ആഖിറ. പടച്ചവനെ, ഈ ലോകത്ത് അവർക്ക് ഇങ്ങനെ ചിരിക്കാൻ അവസരം കൊടുത്തതുപോലെ നാളെ പരലോകത്തും നീ അവരെ സന്തോഷിപ്പിക്കണമേ. ആമീൻ പറയാൻ വേണ്ടത് പടച്ചവനെ, എന്തായി പറയേണ്ടത്? മഅറൂഫുൽ ഖർഖി തങ്ങൾ അവർ കള്ളുകുടിയന്മാരായി ജീവിക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. പടച്ചവനെ, നാളെ സ്വർഗ്ഗലോകത്ത് അവരെ നീ കൊണ്ടുവരണം, അതിനവസരം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ മക്കളെ നീ നന്നാക്കണം പടച്ചവനെ എന്നതിൻ്റെ അർത്ഥം. മുക്കി താഴ്ത്തണേ എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞവരോട് അവരെ നീ രക്ഷപ്പെടുത്തു റബ്ബേ, അവരെ നീ നന്നാക്കി കൊടുക്കുക പടച്ചവനെ. ദുനിയാവിലൊക്കെ ഇങ്ങനെ ചിരിച്ചു നടക്കണ പോലെ നാളെ ആഖിറത്തിൽ ചിരിക്കാൻ അവർക്ക് അവസരം കൊടുക്കണമേ. അല്ലാഹുമ്മ കമാ ഫർറഹ്തഹും ഫിദ്ദുനിയ ഫഫർരിഹ്ഹും ഫിൽ ആഖിറ. ഇതാണ് ഒരു ആലിമിന്റെ മനസ്സ്, ഇതാണ് ഒരു സയ്യിദിന്റെ മനസ്സ്, ഇതാണ് അള്ളാഹിന്റെ ഒരു വലിയിന്റെ മനസ്സ്. അവരാരും ഓരങ്ങ് തോൽക്കട്ടെ, ഓരങ്ങ് മരിച്ചു പോട്ടെ, ഓർക്ക് അങ്ങനെ സംഭവിക്കട്ടെ, ഇങ്ങനെ കുരുത്തക്കേടുണ്ടാവട്ടെ, ഇതൊന്നും ഒരു മുഅ്മിന് ചിന്തിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? അദ്ദീനു അന്നസ്വീഹ. ദീൻ എന്ന് പറയുന്നത് ആദം നബിയുടെ മക്കളിൽ ഓരോരുത്തർക്കും, മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും, അവർക്ക് നന്മ വരണം, ഹിദായത്ത് കിട്ടണം എന്ന് ഖൽബ് കൊണ്ട് കൊതിക്കലാണ്. അത് നമുക്ക് എത്ര കണ്ടുണ്ട്, എത്ര കണ്ട് നമ്മളുടെ കീശയിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് എത്ര ഇത് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദീനു അന്നസ്വീഹ. അല്ലാഹുവേ നീ നന്നാക്കണേ, ഞാനാണോ ശരി, അവരാണോ ശരി. അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. അല്ലാഹുവാണ് തീരുമാനം എടുക്കേണ്ട ആള്. ഞാനോ ശരി, നിങ്ങളോ ശരി. ദലീലുകൾക്ക് സംസാരിക്കാൻ കഴിയും, പക്ഷെ ഹുക്മ പറയുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് ബാക്കിയുള്ള ഞങ്ങളല്ലാത്ത ബാക്കിയുള്ളവരൊക്കെ പോകട്ടെ നരകത്തിലേക്ക്, അങ്ങനൊന്നും ഒരു മുഅ്മിന് പറയാൻ കഴിയില്ലേ, ചിന്തിക്കാൻ പാടില്ലെന്നാണ്. അദ്ദീനു അന്നസ്വീഹ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.